അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക സാമ്പത്തിക നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ നിയമം നമ്മൾ പറഞ്ഞു, നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നന്ദി പ്രകാശിപ്പിക്കലാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന നിഅ്മത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കണം. എന്നാൽ രണ്ടാമത്തേത് ദാനധർമ്മം ചെയ്യലാണ്. ദാനധർമ്മം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സാമ്പത്തികമായ വളർച്ച ഉണ്ടാക്കി തരുന്നത്? ദാനധർമ്മം എങ്ങനെയാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി മാറുന്നത്? യഥാർത്ഥത്തിൽ ദാനധർമ്മത്തിൽ ഒരു അതിശയിപ്പിക്കുന്ന ശാസ്ത്രീയ രഹസ്യമുണ്ട്. നിങ്ങളൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വസ്തു ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 4 ഹോർമോണുകളുണ്ട്. ഒന്നാമത്തേത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഈ ഹോർമോൺ നിങ്ങൾക്ക് വലിയ ഉന്മേഷവും ഒരു വിജയബോധവും സെൻസ് ഓഫ് അച്ചീവ്മെന്റും നിങ്ങൾക്ക് നൽകും. രണ്ടാമത്തെ ഹോർമോൺ ഓക്സിഡോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോണ് ലവ് ഹോർമോൺ എന്ന പേരുമുണ്ട്. ഇത് വ്യക്തികൾക്കിടയിലുള്ള ആത്മബന്ധം കൂട്ടുകയും എല്ലാവരോടും സ്നേഹവും കരുണയുമുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യും. ദാനധർമ്മം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ ഉൽപ്പാദിക്കുന്ന മൂന്നാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ യഥാർത്ഥത്തിൽ നമ്മളുടെ മാനസികാവസ്ഥ നന്നാക്കുകയും വിഷാദ രോഗത്തെ തൊട്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തടയുകയും ചെയ്യുന്നു. എന്നാൽ നാലാമത്തെ ഹോർമോൺ എൻഡോഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ നമ്മുടെ മാനസിക സംഘർഷത്തെ കുറക്കുകയും ശാരീരികമായ വേദനകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ 4 ഹോർമോണുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാകുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലും വലിയ ആത്മവിശ്വാസവും ആവേശത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ഒരു ക്രിയേറ്റീവ് എനർജിയും നമുക്ക് നൽകും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. മാന കസ്വത്ത് സ്വതക്കത്തും മിമ്മാലിൻ, ദാനം ചെയ്യുന്നത് കൊണ്ട് ഒട്ടും തന്നെ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് കുറഞ്ഞു പോകുന്നില്ല എന്ന്. ആധുനിക ബിസിനസ് ലോകത്ത് ഇതിനെ ഏറെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സംരംഭം, നിങ്ങളുടെ ലാഭത്തിന്റെ ഒരു വിഹിതം ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ അത് മുഖേന നിങ്ങൾക്കുണ്ടാകുന്ന ഗുഡ്വില്ല്, ആ ഗുഡ്വിൽ എന്ന് പറയുന്ന പ്രശസ്തി, ആ പ്രശസ്തി മുഖേന നിങ്ങളിൽ വിശ്വസ്തത കൂടുകയും നിങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഒരു ജനപ്രീതി നേടിയെടുക്കാനും സാധിക്കും. അത് നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ വളർച്ചയ്ക്കും കാരണമാകും. ശാസ്ത്രീയമായി പറഞ്ഞാൽ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കുന്ന ഈ കാരുണ്യം കൂടുതൽ കസ്റ്റമേഴ്സായും വലിയ ബിസിനസ് അവസരങ്ങളായും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു.